ഒരു പ്രിയ ശിഷ്യനാണ്, എപ്പോഴും എന്റെ കൂടെ ഉള്ളതാ. പറയല്ലേ അത് ജഡ്ജാണോ ആണോ? ഏത് നിങ്ങൾ പല്ലവി കുറേ വിളിച്ചു. ആദ്യം പറഞ്ഞു ടീച്ചറാണ്, ഞാൻ ആദ്യം തിരിഞ്ഞിരിക്കല്ലായിരുന്നു. ടീച്ചർ ഇന്നിവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന? ടീച്ചർ ഇത് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നതാണോ? പിന്നല്ല, ഞാനിനി റിസൾട്ട് ഒക്കെ അറിഞ്ഞിരുന്നു നേരത്തെ. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. പ്രൈസ് പൊസിഷനിൽ വന്ന കാര്യം അറിയാമായിരുന്നു. സന്തോഷം സന്തോഷം. അപ്പൊ ഞങ്ങള് ജഡ്ജും ചോദിച്ചു, അപ്പൊ പറഞ്ഞു മലയാളത്തിലെടുത്താ പഠിക്കുന്നത്. കൊല്ലത്തുള്ളത് ആശുപത്രി പറഞ്ഞു ചെയ്തു. വീട് അയച്ചല്ലോ എവിടെ പഠിക്കുന്നത്. ഫോട്ടോ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് മേഘ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രിയ ശിഷ്യനാണ്, എപ്പോഴും എന്റെ കൂടെ ഉള്ളതാ എല്ലാ പ്രോഗ്രാംസിലും. നിങ്ങൾ ടീച്ചറിനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രോഗ്രാമായിട്ടൊക്കെ ബിസിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എത്തിയല്ലേ. നമ്മുടെ മാലിനിയുടെ തീരത്താണ് ഇപ്പൊ ഈ രണ്ട് ശിക്ഷാഗണങ്ങളും. ഇവര് ഇവിടെ ഈ പെർഫോമൻസ് നമ്മുടെ ബാർ അസോസിയേഷന്റെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന തലത്തിൽ കലോത്സവം സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതില് ഇവര് ഈ നൃത്തങ്ങളിൽ ഇതൊക്കെ അവര് സമ്മാനം നേടി. അത് മാധ്യമങ്ങളിലൂടെ ഈ ടീച്ചർ അറിഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ടീച്ചർ സർപ്രൈസ് ആയിട്ടാണ് ഈ വരവും ഇവരെ കണ്ടത്. എന്നെ കൺമുമ്പിൽ കൂടാണ് നടന്നുപോയത്. ഉടനെ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, ആ മൂവ്മെന്റ് വളരെ മനോഹരമായിരുന്നു. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ.